സങ്കല്പത്തിന്റെ ചുവപ്പുമായി കേരളമണ്ണിന്റെ നന്മയ്ക്കായി ഈ നാടിന്റെ ഐക്യത്തിനായി ചേർത്ത് പിടിച്ച് കേരളക്കരയെ വീണ്ടെടുക്കുവാൻ കേരളത്തിന്റെ ആരാധകർക്കതീതമായി തന്റേതായ പ്രവർത്തന മേഖലകളിൽ നമസ്കാരം. വി ഡി സതീശൻ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത അത്ഭുതകരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കാസർഗോഡ് കുമ്പളയിൽ നിന്നും തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പുതുയുഗ യാത്ര എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന കേരള സർക്കാരിനെതിരെയുള്ള അതായത് കേരള സർക്കാരിനെതിരെയുള്ള എന്തൊക്കെല്ലാമാണോ കുറ്റപത്രങ്ങളുള്ളത് അതെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ ജനക്കൂട്ടം ഞെട്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹം നേരിട്ട് ദർശിക്കുന്നത്. അതായത് 10,000 അദ്ദേഹത്തിൻ്റെ ആ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം എത്തിച്ചേരുകയാണ്. വെറുതെ എന്തെങ്കിലും പറയാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. ആ മേഖലയിൽ നിന്നുള്ള എതിരാളികൾ പോലും, അതായത് CPM-ൻ്റെ പ്രവർത്തകർ പോലും എന്നെ വിളിച്ചു പറയുന്നത് ഇത് ഞങ്ങളെ ഞെട്ടിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇന്നലെ വരെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വി ഡി സതീശൻ പറയുകയാണ്. അതായത് ജനങ്ങൾ ഈ ഭരണം മാറണം, ഈ ഭരണം മാറിയേ പറ്റൂ എന്നുള്ള ചിന്താഗതിയിലാണ് CPM അണികൾ പോലും. കാരണം ഈ പാർട്ടി ഇനി ഇല്ലാതായി തീർന്നുകൊണ്ട് അതിനെ രക്ഷിക്കണമെങ്കിൽ പിണറായി വിജയന്റെ ഭരണം അവസാനിക്കണം. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ പോരാട്ടം നടത്തി അതിനൊക്കെ അതിജീവിച്ച പാർട്ടിയാണ്. പക്ഷെ ഇപ്പോൾ അത് അസ്തമിക്കാൻ പോകുന്ന രൂപത്തിൽ നിൽക്കുകയാണ്. അസ്തമിക്കാൻ പോകുന്ന ഒരു പാർട്ടിയെ പിടിച്ച് രണ്ടാമത് കൊണ്ടുവരണമെങ്കിൽ ഈ ഭരണമാറ്റം വേണം. 10 വർഷം കൊണ്ട് കേരളം മുച്ചൂട് നശിപ്പിച്ച ഈ ഭരണം മാറി അതിൻ്റെ നേതാക്കന്മാരെല്ലാം കോടികളാണ് സമ്പാദിച്ചിട്ടുള്ളത്. അതായത് രക്തസാക്ഷികളുടെ പേരിലുള്ള പിരിവ്, അല്ലാതെ നാട്ടിലുള്ള പല തട്ടിപ്പുകളിലെല്ലാം ശരിയാക്കാനുള്ള പിരിവ്, സ്ഥലം നികത്താനുള്ള പിരിവ്, അതേപോലെ പാറമട പൊളിക്കാനുള്ള പിരിവ്, അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലത്തും പിരിവാണ്. ഇതൊക്കെ തന്നെ നേതാക്കന്മാർ, ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ അങ്ങോട്ട് കോടീശ്വരന്മാരായി തീർന്നിരിക്കുക. അണികൾക്ക് യാതൊരു രക്ഷയുമില്ല. മുമ്പത്തെ പാർട്ടി അല്ലത്, ഒരു ബൂർഷാ പാർട്ടിയേക്കാൾ വളരെ കഷ്ടമായി തീർന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് പല കേരളത്തിലെ ഇഷ്യൂസും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയടക്കം ഇതിലെ CPM-ലെ നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടും അതിനെതിരെ യാതൊരു നടപടിയും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പുതുയുഗ യാത്ര ആരംഭിച്ചത്. കുമ്പളയിൽ ഉണ്ടായിട്ടുള്ള ജനക്കൂട്ടം തന്നെ ഞെട്ടിച്ചതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്നലെ കണ്ണൂരിൽ അവസാനിക്കുമ്പോൾ എല്ലാ മേഖലകളിലും അദ്ദേഹത്തെ തലയിലേറ്റി നടക്കുകയാണ്. ജനക്കൂട്ടം പ്രവാഹിക്കുന്നു മാത്രമല്ല, വി ഡി സതീശൻ ഒരു രക്ഷകനായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ തലയിലേറ്റി നടക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ആ വീഡിയോ ആണ് ഇപ്പൊ തുടക്കത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണ ലെവലിലുള്ള ഒരു നേതാവിനോടുള്ള അല്ലെ ഒരു മുന്നണിയോടുള്ള താല്പര്യമല്ല, ഭരണവിരുദ്ധ വികാരമാണ് ആഞ്ഞടിക്കുന്നത്. UDF-നുള്ള താല്പര്യത്തെക്കാൾ പിണറായി വിരുദ്ധ വികാരം എല്ലാ സ്ഥലങ്ങളിലും ആഞ്ഞടിക്കുന്നതിൽ ഏറ്റവും അധികം ആഞ്ഞടിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് കണ്ണൂരും കാസർഗോഡും. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങൾ പ്രവർത്തിക്കുന്ന സെന്ററുകളെല്ലാം ഈ മുന്നേറ്റത്തിൽ വി ഡി സതീശനോടൊപ്പം ചേരുന്നു. അതിന് ഏറ്റവും അധികം കാരണമായി തീർന്നത് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകമാണ്. ആ പുസ്തകം അണികൾ നേതൃത്വത്തോട്
ചോദിക്കണം, തിരുത്തിക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ അണികൾ അത് തയ്യാറായി ഇറങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് ഈ യാത്ര. ഇപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്ത് 2 ദിവസമായി. അതിൽ മഞ്ചേശ്വരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഉദുമ, അതേപോലെ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന 5 കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങൾ കഴിഞ്ഞപ്പോൾ പയ്യന്നൂർ, തളിപ്പറമ്പ്, പിന്നെ കണ്ണൂർ, അങ്ങനെ 8 മണ്ഡലങ്ങളാണ് ഇതിൽ യാത്ര ചെയ്തിട്ടുള്ളതിൽ 2 മണ്ഡലങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നോടൊപ്പം ഉള്ളത്. എന്നാൽ 4 മണ്ഡലങ്ങൾ കൃത്യമായിട്ട് UDF വിജയിക്കുമെന്നുള്ള കൃത്യമായുള്ള വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. അവിടെ പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം മഞ്ചേശ്വരം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 20,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF-നുള്ളത്. 3-ാം സ്ഥാനത്താണ് CPM ഉള്ളത്, 2-ാം സ്ഥാനത്ത് BJP ആണുള്ളത്. അതേപോലെ കാസർഗോഡ് കടന്നാൽ ഇതേപോലെ 26,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF-നുള്ളത്. സെക്കൻഡ് BJP ആണ്, 3-ാം സ്ഥാനത്ത് CPM ആണുള്ളത്. ഇനി അങ്ങോട്ട് കഴിഞ്ഞാൽ ഉദുമയിൽ കുറഞ്ഞ വോട്ടിന് 1000-ൽ താഴെയുള്ള വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിലും അവിടെ ഇത്തവണ UDF വിജയിക്കുമെന്നുള്ള 100% വിശ്വാസമാണ് അവിടെ നിന്ന് ഉള്ള വിവരങ്ങൾ പ്രകാരം പറയുന്നത്. പിന്നെ 2 മണ്ഡലങ്ങളാണുള്ളത്, തൃക്കരിപ്പൂരും അതേപോലെ കാഞ്ഞങ്ങാടും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം എന്നുള്ള നിലയിലാണ്. പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട് 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നാണുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അതൊരു സൂചനയാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ട്രെൻഡ് എങ്ങോട്ട് മാറും എന്ന് പറയാൻ പറ്റില്ല. തൃക്കരിപ്പൂരും അതേപോലെ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ രാജ്മോഹൻ ഉണ്ണിത്താന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെ ഈ 2 മണ്ഡലത്തിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു നിൽക്കുന്നതും, ഒന്ന് LDF-നോടൊപ്പം ചാഞ്ഞു നിൽക്കുന്നതും, ഒന്ന് UDF-ലേക്ക് മാറാവുന്ന സാധ്യതയുള്ള 2 മണ്ഡലമാണ്. പിന്നെ പയ്യന്നൂരാണ് കേരളത്തിലെ ഏറ്റവും അധികം വിള്ളലുണ്ടാക്കിയ സ്ഥലം. പയ്യന്നൂരാണ്. അവിടെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ, ശക്തി കോട്ടകളെല്ലാം ഉലച്ചുകൊണ്ടാണ് ആ പുസ്തകം ഇറങ്ങിയത്. അവിടേക്ക് 10,000-കണക്കിന് ആളുകൾ ഒഴുകിയെത്തി. 3,000-ഓളം കോപ്പികൾ പുസ്തകങ്ങൾ അപ്പോൾ തന്നെ വാങ്ങിപ്പോയതും. 3,000 കോപ്പി എന്ന് പറഞ്ഞാൽ 30,000 വോട്ടിന്റെ തുല്യമാണ്. അവിടെ ഉണ്ടായിട്ടുള്ള വിള്ളൽ ഈ VD സതീശൻ വന്നപ്പോൾ അതിഗംഭീരമായി ജനങ്ങൾ ഒഴുകിയെത്തി എന്നുള്ളതാണ്. പിന്നെ തളിപ്പറമ്പ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം UDF-ന് അനുകൂലമായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലത്ത് അവിടെ ഇത്തവണ വന്നപ്പോൾ 1000-കണക്കിന് ആളുകളാണ്. ആരാ അവിടെ MLA അറിയാമോ? നമ്മളെ ഗോവിന്ദൻ മാഷാണ്. അടുത്തത് നമ്മുടെ കണ്ണൂരാണ്. കണ്ണൂർ ഇപ്രാവശ്യം 15,000-ന്റെ മേലെ ഭൂരിപക്ഷമാണ് UDF-ന് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടിലൂടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ വലിയ മുന്നേറ്റം. അവിടെ കടകംപള്ളി കടന്നപ്പള്ളി രാമേന്ദ്രൻ അവിടെ മത്സരിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ തീർച്ചയായും അവിടെ UDF വിജയിക്കുമെന്നുള്ള കണക്കൂട്ടലാണ് ഉള്ളത്. അപ്പം ഇതിലെല്ലാം തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള 3 തരത്തിലുള്ള ഒരു മുന്നേറ്റമുണ്ട് UDF-ന്. ഭരണവിരുദ്ധ വികാരം, അതേപോലെ ശബരിമല സംഭവവുമായി ബന്ധപ്പെട്ട വികാരം, മൂന്നാമത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരണം. ഈ വെള്ളാപ്പള്ളിയുടെ സംഭാവനയാണത്. അത് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ മുസ്ലിം കേന്ദ്രങ്ങളാണ് കൂടുതലുള്ളത്, ക്രിസ്ത്യൻ കേന്ദ്രങ്ങളുമുണ്ട്. ഇവിടെ എല്ലാം തന്നെ UDF-ന് അനുകൂലമായ വോട്ട് തരംഗം ഉണ്ടാകുന്നു. ഹിന്ദു മേഖലയിൽ നിന്ന് ഈ വിശ്വാസികളുടെ വോട്ട്, അതായത് ശബരിമല ഇഷ്യൂവിൽ വിശ്വാസികൾ UDF-ലേക്ക് പോകുന്നു. അതോടൊപ്പം അതോടൊപ്പം ഭരണവിരുദ്ധ വികാരവും കൂടെയുള്ള ഒരു മുന്നേറ്റം. അതിലപ്പുറത്തേക്ക് VD സതീശനുള്ള താല്പര്യം, അദ്ദേഹം നിലപാടുകളെ രാജകുമാരനാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ തോളിലേറ്റി നടക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത 8 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങൾ ഉറപ്പിച്ച് UDF-ന് കിട്ടും. 2 മണ്ഡലങ്ങൾ LDF-ന് അനുകൂലമായി നിൽക്കുന്നു. അതേപോലെ 2 പയ്യന്നൂരും അത് കാഞ്ഞങ്ങാടുമാണ്. ബാക്കി മണ്ഡലങ്ങൾ 2 മണ്ഡലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു. അപ്പൊ 4 മണ്ഡലത്തിൽ വീണ്ടും 2 മണ്ഡലം കൂടെ ഉറപ്പായിട്ടും UDF-ന് 6 മണ്ഡലങ്ങൾ വരെ കിട്ടാം. ഈ 2 മണ്ഡലങ്ങൾ LDF വിജയിക്കുമോ ഇല്ലേ എന്നുള്ളത് ഇലക്ഷൻ കഴിയുമ്പോൾ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ സമുന്നതനായ എല്ലാവരും അംഗീകരിക്കുന്ന നേതാക്കന്മാർ വന്നാൽ അവിടെ അണികൾ വോട്ട് ചെയ്യും. കാരണം അതങ്ങനെ CPM-ന്റെ രീതി. അങ്ങനെയുള്ള ആരാണ് അംഗീകരിക്കുന്ന നേതാക്കന്മാരുള്ളത്? പയ്യന്നൂരിൽ മധുസൂദൻ നിന്നാൽ 8 നിലയിൽ പൊട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ കാഞ്ഞങ്ങാട് CPI-യുടെ കാൻഡിഡേറ്റ് ആണ് വരേണ്ടത്. അപ്പൊ ആരാ നിൽക്കുന്നത് പോലെ ഇരിക്കും അവിടെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകുന്നത്. അതുപോലെ എതിരാളി ആരാണെന്നുള്ളത് പോലെ ഇരിക്കും. എന്തായാലും ഈ സ്ഥലങ്ങളിലെല്ലാം ശക്തമായ ഭരണവിരുദ്ധ വികാരം മാഞ്ഞടിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇനി 2 മാസമേ ഇലക്ഷനുള്ളൂ. എന്തായാലും തലയിലേറ്റിയിട്ടാണ് ഇപ്പോൾ ആര് പോകുന്നത്? VD സതീശൻ പോകുന്നത്. അദ്ദേഹത്തിന് എത്രമാത്രം ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അടുത്ത മുഖ്യമന്ത്രി VD സതീശനാണ് എന്ന് ജനങ്ങൾ അംഗീകരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഈ യാത്ര. നന്ദി, നമസ്കാരം.